നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരിക്കുകയാണ് ജമ്മു കശ്മീർ. സെപ്റ്റംബർ 30-ന് മുൻപായി തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ വൈകാതെ തന്നെ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ഉടൻ കടക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ കഴിഞ്ഞയാഴ്ച പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. ജമ്മു കശ്മീരിൽ ഉയർന്ന പോളിംഗ് ആയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത്. മികച്ച പ്രതികരണം നിയമസഭാ തിരഞ്ഞെടുപ്പിന് അനുകൂല ഘടകമാണെന്നും ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണെന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്നുമാണ് കമ്മീഷൻ പറഞ്ഞത്. 2019-ൽ കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതിനു ശേഷം മേഖലയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മറ്റ് 5 സംസ്ഥാനങ്ങൾക്കൊപ്പം ഇവിടെയും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും കമ്മീഷൻ തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കുകയായിരുന്നു. 2014-ലായിരുന്നു ജമ്മു കശ്മീരിൽ അവസാനമായി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് BJP, PDP സഖ്യ സർക്കാരാണ് ജമ്മു കശ്മീരിൽ അധികാരത്തിൽ വന്നത്. PDPക്ക് 28 സീറ്റും BJPക്ക് 25 സീറ്റുമാണ് ലഭിച്ചത്. മുഖ്യമന്ത്രിയായ മുഫ്തി മുഹമ്മദ് സയ്യിദ് അധികാരത്തിലേറുകയും ചെയ്തു. 2016-ൽ മുഹമ്മദ് മുഫ്തി മരണപ്പെട്ടു. ഇതോടെ മെഹബൂബ മുഫ്തി മുഖ്യമന്ത്രിയായി അധികാരത്തിലേറുകയായിരുന്നു. എന്നാൽ 2018-ൽ PDP സർക്കാരിനുള്ള പിന്തുണ BJP പിൻവലിച്ചു. ഇതോടെ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. 2019 ഓഗസ്റ്റ് 5-നാണ് ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത്. ഇതിനെ തുടർന്ന് താഴ്വരയിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര നടപടിക്കെതിരെ രംഗത്ത് വന്നു. നടപടി ചോദ്യം ചെയ്തുകൊണ്ട് നാഷണൽ കോൺഫറൻസ് അടക്കമുള്ള പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നാൽ 2023-ൽ സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് കേന്ദ്ര സർക്കാർ നടപടി ശരിവച്ചു. അതേസമയം ജമ്മു കശ്മീരിന്റെ സംസ്ഥാന പദവി വേഗം പുനഃസ്ഥാപിക്കാനും സെപ്റ്റംബർ 30-നകം തിരഞ്ഞെടുപ്പ് നടത്താനും സുപ്രീം കോടതി ഉത്തരവിടുകയായിരുന്നു. കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനെ തുടർന്നാണ് ജമ്മു കശ്മീരിൽ ഗുപ്കർ സഖ്യം രൂപീകരിക്കപ്പെടുന്നത്. നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ 7 പാർട്ടികളായിരുന്നു സഖ്യത്തിന്റെ ഭാഗമായത്. 2020-ൽ നടന്ന ജമ്മു കശ്മീർ ജില്ലാ വികസന കൗൺസിലിൽ തിരഞ്ഞെടുപ്പിൽ ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെക്കാൻ സഖ്യത്തിന് കഴിഞ്ഞിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ പാർട്ടികളെല്ലാം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു തിരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങിയത്. എന്നാൽ സീറ്റ് വിഭജനത്തിൽ തട്ടി PDP സഖ്യം പുറത്തുവന്നു. ജമ്മു കശ്മീരിലും ലഡാക്കിലും കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സഖ്യത്തിൽ മത്സരിക്കുകയും ചെയ്തു. ആകെ 5 സീറ്റിലേക്കായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 2 BJPയും 2 സീറ്റിൽ നാഷണൽ കോൺഫറൻസും വിജയിച്ചു. 1 സീറ്റിൽ സ്വതന്ത്രനും വിജയിക്കാനായി. ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസും BJPയും. അപ്പോഴും ഉള്ളിലൊരു ഭയം BJPക്കുണ്ടെന്നതും സത്യമാണ്. എന്തായാലും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജമ്മു കശ്മീരിൽ തനിച്ചു ഭരിക്കാമെന്ന BJPയുടെ സ്വപ്നം ഫലിക്കുമോ അതോ ഇന്ത്യ സഖ്യം നേടുമോ എന്ന് കാത്തിരുന്നു കാണാം.